ഡിയേഴ്സ്, എല്ലാവരും നമ്മളോട് പറയാ +1 +2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു എക്സാം എന്ന് പറയുന്നത് +1 +2 ബോർഡ് എക്സാം ആണെന്നല്ലേ. എന്തായിരിക്കും ആ ഒരു കാര്യം പറയാനുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം നമുക്കറിയാം +2 വരെ നമ്മളൊരു സ്കൂൾ ലൈഫാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നാലും +1 +2 അഡ്മിഷനെയാണ് അത് ബാധിക്കുന്നത്. പക്ഷേ +1 +2 റിസൾട്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല നമ്മളൊരു ജോലി അന്വേഷിക്കുന്ന സമയത്തും അതിന്റെ മാർക്ക് ബേസിസും +1 +2 വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് നോക്കുക. നമുക്കറിയാം +1 +2 എന്ന് പറയുന്നത് നമ്മൾ ഏത് കോഴ്സ്, അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇനി കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, നമ്മൾ ഏത് കോഴ്സാണ് എടുക്കുന്നത് അതിലെ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇനി ഈ സമയം പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ +1 +2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം NCERT സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മാത്രമല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ 10 വരെ പഠിച്ച ഇപ്പൊ സ്റ്റേറ്റ് ആയാലും CBSE ആണെങ്കിലും 10th കഴിഞ്ഞ് +1 +2 പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലോഡ് കാര്യങ്ങൾ പഠിക്കാനുണ്ടതാണ്. നമുക്ക് സ്കൂളിൽ പോയി നമ്മൾ അതിന്റെ കോണ്ടന്റുകളൊക്കെ പഠിക്കും, ചാപ്റ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ പിന്നീട് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. സ്കൂളിൽ നിന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ കൂടെ നമുക്ക് കുറച്ച് ഷൈ ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോദിക്കാനുള്ള പേടി ഒക്കെ ഉണ്ടാകും. അപ്പം ഒരു ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നീട് അത് കംപ്ലീറ്റ് ആയിട്ട് കാണാന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. ആ ഒരു സമയത്താണ് നമ്മുടെ അഗ്നി ബാച്ചിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലും അതൊന്ന് വീണ്ടും കാണാനും വീണ്ടും റിവൈസ് ചെയ്യാനും, ഇനി നമ്മളിപ്പോൾ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, എല്ലാം പഠിച്ചു. പക്ഷെ ആദ്യത്തെ പാഠം നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. കാരണം കുറേ ടേംസുകളും കാര്യങ്ങളും വരുന്നതാണെങ്കിൽ അത് വീണ്ടും ഇരുന്ന് കാണാനുള്ള പോസിബിലിറ്റി ഒന്നും ഓഫ്ലൈനിൽ നമുക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആപ്പിലൂടെ ഒരു ഓൺലൈൻ ക്ലാസ്സസ് വരുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് കാണാനും, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും, ഇനി പ്രത്യേകമായിട്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പഠിക്കുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് അതിന്റെ യൂണിറ്റ് ടെസ്റ്റുകൾ വരുന്നു, മോഡൽ എക്സാം, അതുപോലെ തന്നെ ഡിസ്കഷൻസ് വരുന്നു. അതുപോലെ ഒരു പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ മെമ്മറി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ അഗ്നി ബാച്ച്. അപ്പൊ +1 ആണെങ്കിലും +2 ആണെങ്കിലും നല്ല രീതിയിൽ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ട്, നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് പോകുന്നു. ഇതുപോലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പം നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നല്ല ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നമുക്ക് ഒന്നിച്ച് തന്നെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓൾ ദി വെരി ബെസ്റ്റ്.